നമസ്കാരം. മറ്റൊരു കുഴക്കുന്ന ടോപ്പിക്കുമായി നമ്മൾ വീണ്ടും ക്യാപ്സ്യൂൾ സീരീസിൽ വന്നിരിക്കുകയാണ്. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിലേത് എവിടെ പ്രയോഗിക്കും? ഇത് കൗണ്ടബിളിനൊപ്പം വരുന്നത് ഏത്, അൺകൗണ്ടബിളിനൊപ്പം വരുന്നത് ഏത്, അങ്ങനെ നല്ലപോലെ കുഴക്കുന്ന ഒരു സാധനമാണ് ഇത്. ഇത് മിക്ക പരീക്ഷകളിലും ചോദിച്ച് കാണാറുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അത് തമ്മിലുള്ള വ്യത്യാസം എവിടെയൊക്കെ ഉപയോഗിക്കാം, അതിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള PYQസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് ഈ ഡിസ്കഷന് ശേഷം ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥമാണ്. എന്താണ് ഈ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന സെപ്പറേറ്റ് കോളം ആക്കിയിട്ടുണ്ട്. ലിറ്റിലും ഫ്യൂവും ഒരേ അർത്ഥമാണ് വരുന്നത്. അതെന്തിനെ പറ്റി തന്നെ പറഞ്ഞാലും അത് തീരെ ഇല്ല, ഒട്ടുമില്ല എന്നൊക്കെ അർത്ഥം വരുന്നു. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. തീരെ ഇല്ല അല്ലെങ്കിൽ ഒട്ടുമില്ല എന്ന അർത്ഥത്തിലാണ് ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ മാത്രമായി ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് എ ലിറ്റിൽ, എ ഫ്യൂ. ഇവിടെ എ ചേർത്താണ് എഴുതിയിട്ടുള്ളത്. അവിടെ അർത്ഥം വരുന്നത് രണ്ടായാലും കുറച്ച് എന്നാണ് അർത്ഥം വരുന്നത്. കുറച്ച്. ഇവിടെ എന്താ? തീരെയില്ല അല്ലെങ്കിൽ ഒട്ടുമില്ല, ഇത് കുറച്ച്. ഇനിയും എന്താണ് ദ ലിറ്റിൽ, ദ ഫ്യൂ. നമ്മൾ ഇത് രണ്ടും കൂടുതൽ കാണാറുണ്ട്, ഇത് വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പലർക്കും ഇത് പരിചയം ഉണ്ടാവില്ല. ദ ലിറ്റിലും ദ ഫ്യൂവും എന്താണ് അർത്ഥം? അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നു. ആ കുറച്ച് എന്നുള്ളത് ഓർക്കുക. ഈ ആ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുറച്ച് സ്പെസിഫൈ ചെയ്ത് പറയുകയാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് നോട്ട് ചെയ്തോളൂ. ലിറ്റിൽ, ഫ്യൂ മാത്രമാണെങ്കിൽ തീരെയില്ല അല്ലെങ്കിൽ ഒട്ടുമില്ല. എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്നാണെങ്കിൽ കുറച്ച് എന്നർത്ഥം. ദ ലിറ്റിൽ അല്ലെങ്കിൽ ദ ഫ്യൂ ആണെങ്കിൽ ആ കുറച്ച് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ. John is always angry. That is why he has dash friends. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് വായിച്ചേ. ജോൺ ഈസ് ഓൾവേസ് ആംഗ്രി. ജോൺ എപ്പോഴും ദേഷ്യക്കാരനാണ്, ഫുൾ ടൈം ദേഷ്യക്കാരനാണ്, എപ്പോഴും ദേഷ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അവന് ഫ്രണ്ട്സ് എങ്ങനെ പറയണം? അപ്പം അർത്ഥം എന്തായിരിക്കും? ഇല്ലാത്തത് എന്നാണ്, അല്ലേ? എപ്പോഴും ദേഷ്യമുള്ള ഒരാൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എപ്പോഴും ദേഷ്യമാണ്. അതുകൊണ്ടാണ് അവന് കൂട്ടുകാരൊന്നുമില്ലാത്തത്. ഒന്നുമില്ല, ഒട്ടുമില്ല. അപ്പോൾ ഏതായിരിക്കും വരിക? കിട്ടിയോ? ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ. അപ്പോൾ ഏതാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലേ? ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ അതിനനുസരിച്ചാണ് ഈ ലിറ്റിലോ ഫ്യൂവോ എന്ന് തീരുമാനിക്കുന്നത്. ഇതെല്ലാം ലിറ്റിൽ എന്നുള്ളവയെല്ലാം അൺകൗണ്ടബിൾ നൗൺസിനൊപ്പം ഉപയോഗിക്കുന്നു. അൺകൗണ്ടബിൾ. അപ്പോൾ ഇത് ഏതിനെതിരായിരിക്കും? കൗണ്ടബിൾ നൗൺസിനൊപ്പം ഉപയോഗിക്കുന്നു. എങ്ങനെ കൗണ്ടബിൾ അൺകൗണ്ടബിൾ അറിയും? അത് ഇത്തിരി ട്രിക്കിയാണ്. അത് കുറേയേറെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ മനസ്സിലാക്കാൻ ചെറിയൊരു സൂത്രപ്പണിയുണ്ട്. അതല്ലാതെ എല്ലാവരും കുഴക്കുന്നൊരു സാധനമാണ് ഈ കൗണ്ടബിൾ അൺകൗണ്ടബിൾ. നമുക്ക് ഒരുപാട് ഡീപ്പായിട്ടൊന്നും വേണ്ട. സ്ഥിരമായി ചോദിച്ചു വരുന്ന കുറേ വാക്കുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം ഊഹിച്ചെഴുതാൻ പറ്റും. ഇവിടെ നോക്കി, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിയിട്ടാണ്, അല്ലേ? കൂട്ടുകാരെന്ന് പറയുന്നത് എണ്ണാൻ പറ്റില്ലേ? എനിക്ക് 10 ഫ്രണ്ട്സ് ഉണ്ട്, 5 ഫ്രണ്ട്സ് ഉണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട്, എണ്ണാൻ പറ്റുന്നതല്ലേ? അതാണ് കൗണ്ടബിൾ. എണ്ണാൻ പറ്റാത്തൊരു ക്വാണ്ടിറ്റി ആണെങ്കിലോ അൺകൗണ്ടബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ എണ്ണാൻ പറ്റുമോ? ഇല്ല. അളക്കാൻ പറ്റും, അത് ശരിയാണ്. നമ്മളിവിടെ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. വേറൊരു അളവ് അങ്ങനെ ലോജിക്കലി ചിന്തിക്കരുത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കാവൂ. എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റില്ല. വെള്ളം എണ്ണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, അതുപോലെ കുറേ നമുക്ക് എക്സാമ്പിൾ ഈ വീഡിയോയുടെ അവസാനം കുറേ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ മനസ്സിലായ? ജോൺ ഈസ് ഓൾവേസ് ആംഗ്രി. അതുകൊണ്ടാണ് അവൻ ഒട്ടുമില്ലാത്തത്. അപ്പോൾ ഏത് വരണം? അവന്
കൗണ്ടബിൾ ആയതുണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയതുകൊണ്ട് ഫ്യൂ ഫ്രണ്ട്സ് എഴുതും, ഫ്യൂ ഫ്രണ്ട്സ്. ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ദ ലിറ്റിൽ അതുപോലെ ദ ഫ്യൂ എന്നുള്ളതൊക്കെ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഡാഷ് petrol left in the tank was evaporated. എന്തായിരിക്കും അർത്ഥമാക്കുന്നത്? മലയാളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ടാങ്കിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന കുറച്ച് പെട്രോളും ആവിയായിപ്പോയി. അതിലാകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉണ്ടായിരുന്ന കുറച്ചും ആവിയായിപ്പോയി. ഉണ്ടായിരുന്ന കുറച്ച്, കുറച്ച് ഏതായിരിക്കും? കുറച്ച് അല്ലേ? ദ ലിറ്റിലോ ദ ഫ്യൂവോ വരാം കുറച്ച് എന്ന് വരുമ്പോൾ. പക്ഷേ ഇനി നമുക്ക് നോക്കേണ്ടത് പെട്രോളിനെ പറ്റിയിട്ടാണ്. പെട്രോൾ എന്തായിരിക്കും? കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു വെള്ളം അൺകൗണ്ടബിൾ ആണ്. പെട്രോൾ എന്തായിരിക്കും? അതെ, പെട്രോൾ എണ്ണാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഏതാ വരിക? ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ഇവിടെ കുറച്ചെന്ന് പറയണം ദ ലിറ്റിൽ. ദ ലിറ്റിൽ പെട്രോൾ ലെഫ്റ്റ് ഇൻ ദ ടാങ്ക് വാസ് ഇവാപറേറ്റഡ്. ഒരു ഏകദേശ ധാരണ കിട്ടിയോ? ഇത് തമ്മിലുള്ള അപ്പോൾ ഈ ഒരു ടേബിൾ നല്ല വൃത്തിയായിട്ട് ഒരു ബോക്സിൽ വരച്ചിട്ടുള്ളൂ. ഈ 2 എക്സാമ്പിളുകൾ എഴുതിക്കോളൂ. ഇനി നമുക്ക് അതിൻ്റെ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തതോടുകൂടി ഇത് നല്ലപോലെ നിങ്ങൾക്ക് വശമാകും. ഇത് ഓർക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൗണ്ടബിളിനൊപ്പം ഏത്, അൺകൗണ്ടബിളിനൊപ്പം ഏത്, ഇത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വലിയൊരു ശതമാനം വിജയിച്ചു. ശരി, അപ്പോൾ നമുക്കിനി എൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിതുമായി ബന്ധപ്പെട്ട PYQസും മോഡൽ ക്വസ്റ്റ്യൻസും ഒന്ന് പരിചയപ്പെടാം. Dash birds seen in the cage were killed by a cat. The little, the few, a little, little. ഇവിടെ കൂട്ടിലുണ്ടായിരുന്ന കുറച്ച് കിളികളെ മുഴുവൻ കാറ്റ് പിടിച്ചു എന്നാണ്, പൂച്ച പിടിച്ചു എന്നാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന കുറച്ച് എന്നർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഉത്തരം ദ ഫ്യൂ. ബേർഡ്സ് എന്നുള്ളത് കൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ദ ഫ്യൂ ബേർഡ്സ്, കൂട്ടിലുണ്ടായിരുന്ന കുറച്ച് കിളികളെയും പൂച്ച പിടിച്ചു. ഐ നീഡ് ടു ടോക്ക് ടു യു. ഡു യു ഹാവ് ഡാഷ് മിനിറ്റ്സ്? ദ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ, എ ലിറ്റിൽ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്ക് സമയമുണ്ടാകുമോ എന്നാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് മിനിറ്റ്സ് എന്നാണ്. നിനക്ക് കുറച്ച് മിനിറ്റ് ഉണ്ടാകുമോ എന്നാണ്. സമയം, ടൈം എന്നാണ് തരുന്നതെങ്കിൽ അത് അൺകൗണ്ടബിൾ ആണ്. പക്ഷെ മിനിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് അത് കൗണ്ടബിൾ ആയി മാറും. അപ്പം നിനക്ക് കുറച്ച് സമയമുണ്ടോ മാത്രമല്ല കൗണ്ടബിൾ ആയി. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? കുറച്ച് എന്ന അർത്ഥത്തിൽ വരുന്നത് എ ഫ്യൂവും എ ലിറ്റിലുമാണ്. കൗണ്ടബിളിനൊപ്പം എ ഫ്യൂ. അപ്പോൾ ഉത്തരം എ ഫ്യൂ. Your house is almost empty. You have dash furniture. വീട് ഓൾമോസ്റ്റ് എംറ്റി എന്നാണ്, ഏറെക്കുറെ എംറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫർണിച്ചർ തീരെയില്ല എന്നാണ് അർത്ഥം വരേണ്ടത്. ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ്. ഫ്യൂ, ലിറ്റിൽ, എ ഫ്യൂ, എ ലിറ്റിൽ. ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ്, ഒട്ടുമില്ല. അപ്പോൾ എന്താണ്? ലിറ്റിൽ. യു ഹാവ് ലിറ്റിൽ ഫർണിച്ചർ. ഫർണിച്ചറേ ഇല്ല. ഷീ ഹാസ് ടു ഡ്രിങ്ക് ഡാഷ് ഗ്രീൻ ടീ എവറി ഡേ. എ ഫ്യൂ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, ദ ഫ്യൂ. ഗ്രീൻ ടീ അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഗ്രീൻ ടീ എണ്ണാൻ പറ്റില്ലല്ലോ, അൺകൗണ്ടബിൾ ആണ്. കുറേശ്ശെ ദിവസം കുടിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് എന്ന് പറയണം, അൺകൗണ്ടബിൾ ആണ്. എ ലിറ്റിൽ. ഉത്തരം എ ലിറ്റിൽ. Let's get together when we have dash free time. A few, a little, the little, the few. നമുക്ക് കുറച്ച് സമയമുള്ളപ്പോൾ, കുറച്ച് ഒഴിവ് സമയമുള്ളപ്പോൾ എല്ലാവർക്കും കൂടെ ഒത്തുകൂടാമെന്നാണ്. കുറച്ച് എന്ന് വേണം. അപ്പോൾ ഏതാ വരിക?
എ ലിറ്റിൽ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്. ടൈം എന്നാണ് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ എ ലിറ്റിൽ, ഉത്തരം എ ലിറ്റിൽ. മിനിറ്റ്, അവർ എന്നൊക്കെ പറയുമ്പോൾ, സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ അത് കൗണ്ടബിൾ ആയി മാറും. ടൈം എന്ന് മാത്രം പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. He spent dash money he had. A few, the few, a little, the little. ഇവിടെ മണി ഹി ഹാഡ് എന്ന് പറയുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കുറച്ച് പൈസയും ചിലവാക്കി എന്നപ്പോൾ വരണം അല്ലേ. അപ്പോൾ ആ കുറച്ച് ഏതാണ് വരിക? ദ ഫ്യൂ ഉണ്ട്, ദ ലിറ്റിൽ ഉണ്ട്. മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ എണ്ണാൻ പറ്റില്ല. പണം എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റില്ല. അതേസമയം അത് റുപ്പീസ് എന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയുമ്പോഴാണ് അത് കൗണ്ടബിളായി മാറുന്നത്. അല്ലാതെ മണി എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ ആ കുറച്ച് അൺകൗണ്ടബിൾ, ദ ലിറ്റിൽ, ഉത്തരം ദ ലിറ്റിൽ. Don't worry, there is dash danger in going there. Little, a little, few, seldom. Don't worry എന്ന് പറയുന്നുണ്ട്. പേടിക്കേ വേണ്ട, അവിടെ പോകുന്നതിൽ ഒട്ടും അപകടമില്ല, ഒട്ടുമില്ല. ഒട്ടുമില്ല എന്ന് പറയുമ്പോൾ ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ. ഡേഞ്ചർ ആണ്, ഡേഞ്ചർ നമുക്ക് എണ്ണാൻ പറ്റില്ല. അൺകൗണ്ടബിൾ ആണ്, ലിറ്റിൽ ഡേഞ്ചർ ഇൻ ഗോയിങ് there. Dash politicians of today are really honest. Little, few, a little, the little. പൊളിറ്റീഷ്യൻസ് എന്നാണ് പറയുന്നത്. പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ആൾക്കാർ പൊതുവെ ഏത് രീതിയിൽ പറഞ്ഞാലും, നമ്മൾ ഫ്രണ്ട്സ് കണ്ടു അല്ലെ, പീപ്പിൾ എന്ന് കണ്ടു. പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാലും എണ്ണാൻ പറ്റുന്നത് തന്നെയാണ്, കൗണ്ടബിൾ ആണ്. അപ്പോൾ നോക്കിയേ, ഓപ്ഷനിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ ഒഴിവാക്കി ഒരെണ്ണം മാത്രമേ കൗണ്ടബിളിനൊപ്പം ചേർക്കുന്നത് വരുന്നുള്ളൂ, ഫ്യൂ. അപ്പോൾ ഇവിടെ ഫ്യൂ പൊളിറ്റീഷ്യൻസ്, കുറെ കൂടെ എളുപ്പമായ കാര്യം, ഒട്ടുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഫ്യൂ പൊളിറ്റീഷ്യൻസ് ഓഫ് ടുഡേ ആർ റിയലി ഓണസ്റ്റ്. ആരും ഓണസ്റ്റ് ആയിട്ടേ ഇല്ല, ഉത്തരം ഫ്യൂ. Dash information he had was not quite reliable. Little, a little, the few, the little. ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആണ്. അവിടെ വേറെ കാര്യം പറയുന്നുണ്ട്, ഹി ഹാഡ്, അവനുണ്ടായിരുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഏതായിരിക്കും വരിക? അവനുണ്ടായിരുന്ന ആ കുറച്ച് ഇൻഫർമേഷൻ വിശ്വസിക്കാവുന്നതുമല്ല എന്നാണ്. ആ കുറച്ച്. അപ്പൊ ദ ലിറ്റിൽ, ദ ഫ്യൂ ഉണ്ട്, ആ കുറച്ച് എന്ന അർത്ഥം വരുന്നത്. ഇൻഫർമേഷൻ അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ദ ലിറ്റിൽ ഇൻഫർമേഷൻ. ഉത്തരം ദ ലിറ്റിൽ ഇൻഫർമേഷൻ ഹി ഹാഡ് വാസ് നോട്ട് ക്വൈറ്റ് റിലയബിൾ. Aju had dash money with him. Few, little, a few, none of these. Aju had money എന്നാണ് പറയുന്നത്. പണം, പണം കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു, അൺകൗണ്ടബിൾ ആണ്. ഇവിടെ നോക്കിയാൽ മതി, ഓപ്ഷനിൽ അൺകൗണ്ടബിൾ വരുന്നത് ലിറ്റിൽ മാത്രമേ ഉള്ളൂ. അജു ഹാഡ് ലിറ്റിൽ മണി വിത്ത് ഹിം എന്ന് പറയുമ്പോൾ പണം ഒട്ടും എൻ്റെ കയ്യിലില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു അർത്ഥപൂർണ്ണമായിട്ട് തന്നെ വരുന്നുണ്ട്. അജു ഹാഡ് ലിറ്റിൽ മണി വിത്ത് ഹിം. നിങ്ങളെല്ലാവരെയും നല്ലപോലെ കുഴക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നില്ലേ ഇത്? ഇപ്പം നിങ്ങൾക്ക് അത് കുറേ കൂടെ സിമ്പിളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ചെയ്തു തരാം. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരെയും കുഴക്കുന്ന കുറേയേറെ ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ എല്ലാം ഈ ചാനലിൽ ഇനിയും പ്രതീക്ഷിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.